സത്യം എന്താ അല്ലേ ഒരാള് ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിയായിരുന്നോ? എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം തോന്നുന്നുണ്ട്. ഇല്ലേ? എന്താണ് ആ ഒരു വ്യത്യാസം ജീവിതത്തിലേക്ക് വന്നത്? അത് നിങ്ങളുടെ കൂടെ ഒരു ആണ് വരുമ്പോ വ്യത്യാസം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തില്. എനിക്കങ്ങനെ തോന്നിയില്ലായിരുന്നു. അതാണ് പറഞ്ഞത്, ആണിന് വിചാരിച്ചാലും നിങ്ങളെ നേരെയാക്കാൻ പറ്റൂല. ഞാൻ അടിച്ച് കിളി പറഞ്ഞ പോലെ നിൽക്കുന്നത് ഒരിക്കലും ജീവനെ നേരിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജീവിതത്തിൽ ഗുണം എത്ര അടിച്ചാലും പുറത്തറിയില്ല. നമ്മളങ്ങനെയുള്ള സീനിയേഴ്സിനോടല്ലേ വർക്ക് ചെയ്യുന്നത്. പ്രൊമോഷനിൽ സിനിമ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. സത്യമായിട്ടൊന്നും വരെ ജയിച്ചിട്ടില്ല. മാറ്റിമറിക്കും. എന്നിട്ട് വേണം എനിക്ക് ഹിറ്റായിട്ട് ഒന്നുകൂടി ഞങ്ങളെടുത്ത്. പിന്നെ നീ എത്ര സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്തു? നമ്മളതൊക്കെ പൊട്ടിയില്ലേ? നമ്മൾ അന്ന് ചെയ്തൊക്കെ പൊട്ടി, അമ്പം പൊട്ടി. ഇത് റിമി ടോമിയുടെ അനിയത്തിയല്ലോ. ടോമിക്ക് സത്യോ ടോമിലുണ്ട്. ഒന്നുകിൽ നമ്മൾ മറ്റേ അവാർഡ് പടം ആ ഒരു ജോണർ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര കോമഡി പടം. വിനയ് ഫോർട്ടിലെ ഏത് കൊമേഴ്ഷ്യൽ പടങ്ങളാണോ അവാർഡ് പടങ്ങളാണോ എൻജോയ് ചെയ്യാറുള്ളത്? സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതാണ് വലിയ ബ്ലെസ്സിങ് ആണ്. അഭിനയിക്കുക എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഈ ഒരു 99% സിനിമകളും ഞാൻ ആ ഒരു അത്ര ഗ്രേറ്റ്ഫുൾ ആയി തന്നെ ചെയ്തിട്ടുള്ള രണ്ട് തരത്തിലാണ്. അരി വാങ്ങണമെങ്കിൽ ഇന്നത്തെ പടത്തിൽ അഭിനയിക്കണം, മറ്റേത് ഗോതമ്പും. എന്റെ ആൻസർ യെസ് ആന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചോദ്യം ചോദിക്കും? Are you mad? പേടിയാണോ? എനിക്ക് റിട്ടനെ പേടിയോ? എന്താണ് റിട്ടനെ പേടിക്കാൻ കാരണം? ഒരു കൂടുതൽ എനിക്കും ഇടനെ പേടിയാണ്. അപർണദാസ് സിനിമയാ? അപർണദാസിന്റെ സിനിമയാ? ഓ, അപർണദാസിന് ഭയങ്കര ഇഷ്ടമാണോ? അപർണദാസിനെ ഞങ്ങൾക്ക് അറിയാലോ. അപർണദാസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? സിനിമയിലല്ല, അല്ലാതെ കണ്ടിട്ടുണ്ട്. അപർണദാസിനെ എനിക്കറിയാം. ഞാൻ പറയാ, ഇനി അതുന് ഭയങ്കര ഇഷ്ടം അപർണദാസിനെ. അതെല്ലാം വീണ്ടും അവർ പോയി. വേറെ കാര്യം എന്ന് പറയുന്നത് രാത്രി 3 മണിയിലൊക്കെ പുലർച്ചെ 3 മണിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മമ്മൂക്ക രാവിലെ ഒക്കെ നിന്നിട്ടുണ്ട്. മമ്മൂക്ക 10-20 ദിവസം നൈറ്റ് സ്വന്തം പ്രൊഡക്ഷൻ ആയാൽ നിൽക്കും. ഗോസിപ്പാട്ടോ, വെറുതെ അതൊക്കെ ജഗദീശന്റെ കഥകളാ. പറഞ്ഞ പോലെ പ്രേമല്ലായിരുന്നു, ഇവര് അടുപ്പായിരുന്നു. ഞാൻ അബാമിന്റെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ട് വരുന്നു. ഞാനില്ലാതെ ഞങ്ങൾക്ക് ഒരു വെടിക്കെട്ടുമില്ല. ശരിയാണ്. മൈജി പ്രസൻസ് പേർലി മണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഇനി അടുത്തത് ഒരു റാപ്പിഡ് ഫയർ ആണ്. ഐ തിങ്ക് വീൽ സ്റ്റാർട്ട് വിത്ത് വിനയ്. ഓക്കെ, മരുന്ന് വല്ലതും എടുത്തോ? ഒന്നു സാറിനെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതെ. ഈ ഫോട്ടോയിൽ ഇരിക്കുന്നതില് ഇവിടെ വരാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യമായി പോയി. വിജയ് എന്തായാലും വന്ന് കാണാൻ വഴിയില്ല. ഇല്ല. പിന്നെ വിജയുടെ ഫോട്ടോ വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ വന്നല്ലോ, വിജയുടെ ഫോട്ടോ മാറ്റിയിട്ട് എന്റെ ഫോട്ടോ വയ്ക്കണം. ഇപ്പോൾ ഒരുപാട് ഇത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എപ്പോഴും വീഡിയോസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉണ്ട് അതിന്റെ സൈഡിൽ കൂടെ. ഇതിന്റെ ഒക്കെ സൈഡിൽ കൂടെ എങ്ങനെയാണ് ഈ 4 മക്കളെ
അതിനുള്ള സമയം എങ്ങനെ കിട്ടുന്നു? ഞങ്ങൾ ഒന്നാമത് മെയിനായിട്ട് ഞങ്ങൾ രാവിലെയാണ് വ്ളോഗ് എടുക്കല്. പിന്നെ രാത്രി ഒരു 10-11 മണിക്ക് ശേഷം ഞങ്ങൾ വ്ളോഗ് എടുക്കലില്ല, ബിസിനസ്സും ചെയ്യാറില്ല. അപ്പൊ ആ സമയം നമുക്ക് ലാഭല്ലേ അല്ലേ? എന്നാലും അത് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ? ഇല്ല, ഒരാളുടെ പേഴ്സണൽ പരിപാടിയല്ലേ ആ ഷൈൻ ചേട്ടൻ? അങ്ങനെയല്ല, ഷൈൻ ചേട്ടൻ is an open book. ആ അങ്ങനെ കൂളാണ്. പക്ഷെ അടച്ചു വെച്ചിട്ടിരിക്കുക. അപ്പൊ ഒരു സംസാരിച്ചു എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എനിക്ക് വിക്കിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ കണ്ടിന്യൂസ് ആയിട്ട് ആരെങ്കിലും ചീത്ത വിളിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ സാധനം കിട്ടൂല. അപ്പൊ ഇത് ശരിക്കും കാര്യമായിട്ട് സാധനം തെറി കിട്ടൂല. അപ്പോ കേൾക്കുന്നതിന് ഒരു ഫ്യൂഷൻ പോലെ തോന്നും തെറി. I feel like a changed man. എന്തോ കുറെ അറിവ് കിട്ടിയതുപോലെ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. പ്ലീസ് കം. ഞാനിവിടെ എപ്പോഴും ഉണ്ടാവില്ല. അല്ല, അതുകൊണ്ടാ വരുന്ന പറഞ്ഞത്. എപ്പോഴും ഉണ്ടായിരുന്നു ഒരിക്കലും വരില്ല. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ ഒരു ഷേപ്പ് ഉണ്ട് എന്നൊക്കെ? നാദിർഷയുടെ ലുക്ക് ഉണ്ട് എന്നുള്ളത് എന്നെ പറയാറുണ്ട്. ദിലീപിന്റെ പറയാറുണ്ട് കമന്റ് ബോക്സിലൊക്കെ. പച്ചക്കുതിരയിലെ ദിലീപല്ലേ? ഒരാളെ പറ്റി പറയുമ്പോൾ ഹീസ് എ സിംഗർ, ഹീസ് എ പെർഫോമർ, ഓൺ ദ സ്പോട്ടിൽ മറ്റേ കൗണ്ടറൊക്കെ അടിക്കുന്ന കിടിലം മനുഷ്യനാണ്. അതും വേറെ ആരോ ഉണ്ട്. ഒരാളോട് വന്നിട്ട് തുടങ്ങാം. ഞാൻ അത്യാവശ്യം സേഫാന്ന് അറിയാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലേ ഇന്റർവ്യൂവിന് പോവാന്ന്. ആ ഓനെ കൊണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനില്. നീ എന്താ ചോദിച്ചേ? ആ നമ്മളെ കല്യാണോ? വിഷ്ണു ചേട്ടനെ എല്ലാ ഇന്റർവ്യൂസിൽ വരുമ്പോഴേ സ്പെക്സ് കാണും, എപ്പോഴും ഒരു കണ്ണാടി കാണും. അപ്പൊ വിഷ്ണു ചേട്ടന്റെ ആക്ടിങ്ങില് എപ്പോഴും ഇങ്ങനെ എടുത്ത് പറയുന്ന ഒരു കാര്യം വിഷ്ണു ചേട്ടന്റെ കണ്ണ് അഭിനയിക്കുന്നു എന്ന് പറയും എപ്പോഴും. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് കള്ളാന്ന് നിങ്ങൾക്ക് കണ്ണാടി മാറ്റിയ കണ്ണ് അഭിനയിച്ച് കളയോ? ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളെ നമുക്ക് അറിയാവുന്നതായിട്ട് തോന്നും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോ ഒരു പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്നതിലൊക്കെ മാറിയിട്ട് ആഭ്യന്തര കുറ്റവാളി ഒരു മനുഷ്യപക്ഷമുള്ള ഒരു സിനിമ ആയിരിക്കും. ഉറപ്പായിട്ടും. ഈ സ്ത്രീ പുരുഷനും മനുഷ്യനല്ലേ?